إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما التوبة على الله للذين يعملون السوء بجهالة للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فيا إخواني والأخوات في الله ഉസീക്കും ഇയ്യായ അവ്വലം ബി തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നിരവധി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പകർത്തിക്കൊണ്ട് മുത്തഖിയായി ജീവിച്ച് ഇഖ്ലാസോടുകൂടി മരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ല രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന, സ്വർഗം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വർഷത്തെ റമദാൻ മാസത്തിലെ 2ാമത്തെ ജുമായിലാണ്
നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മളോടൊപ്പം പ്രവേശിച്ച പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് വിധേയമായി അവർ ഈ ലോക ജീവിതം അവസാനിച്ച് മടങ്ങിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ജീവിത കാലഘട്ടത്തിലെ നന്മകൾ സ്വീകരിക്കുകയും മനുഷ്യൻ എന്ന നിലയിൽ എന്തെങ്കിലും വീഴ്ചകൾ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. കല്ലമ്പലം കുടവിച്ചിറയിൽ മുഹമ്മദ് ഷിജിൻ എന്ന സഹോദരൻ നമ്മുടെ നസീർ സാറിൻ്റെ സഹോദരനാണ്. നമുക്കറിയാം, കുടുംബത്തെ പുലർത്തുന്നതിന് വേണ്ടിയാണ് ഓരോരുത്തരും പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നത്. എന്നാൽ ആ പ്രവാസ ജീവിതത്തിനിടയിൽ പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് മരണപ്പെടുകയും അവിടെ തന്നെ ഖബറടക്കം ചെയ്യുകയും ചെയ്തു. നമുക്ക് പല ആളുകൾക്കും നമസ്കരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ആ സഹോദരൻ്റെ വിയോഗത്തിൽ പ്രയാസപ്പെടുന്ന കുടുംബത്തിന് അല്ലാഹു സ്ഥൈര്യം നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പൊടുന്നനെയുള്ള മരണത്തിൽ നിന്നും അപകടത്തിൽ നിന്നും അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ മാസത്തിന് പണ്ഡിതന്മാർ ഒരുപാട് നാമങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു നാമമാണ് ഷഹ്റു തൗബ, തൗബയുടെ മാസം എന്നത്. അടിമകൾ ഒരുപാട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു മാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, റമദാനിൽ ഓരോ സമയവും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. റമദാനിൻ്റെ ദിവസത്തിൻ്റെ വില അറിയിക്കുന്ന ഒരു വാചകം മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നു ലതമന്നു യൗമൻ മിൻ റമദാൻ. അദ്ദേഹം പറയുന്നത്, അല്ലാഹുവാണ് സത്യം. ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, മരിച്ചുപോയ ഖബറിൽ ബർസഹിയായ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആ ഖബറാളികളോട് തമന്നു, നിങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹം പറയൂ എന്ന് അവരോട് പറഞ്ഞാൽ ലതമന്നു, അവരാഗ്രഹം പറയും, അവർ ചോദിക്കും അവരുടെ ആഗ്രഹം, യൗമൻ മിൻ റമദാൻ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിന്ന് ഒരു ദിവസം നമുക്ക് നൽകുമോ എന്ന് ഖബറാളികൾ ചോദിക്കുമെന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് പറയുകയാണ്. കാരണം അവർക്കറിയാൻ പറ്റും റമദാനിൽ എത്ര വിലപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പോൾ ഖബറാളികൾ റമദാനിലെ ഒരു ദിവസം ചോദിക്കുമെങ്കിൽ നമ്മൾ എത്ര ദിവസമാണ് പ്രിയമുള്ളവരെ ജീവിച്ചിരിക്കുന്നത്? ആ വില അറിഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെ ഇൻഷാ അല്ലാഹ് പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകണം. 1/3 ഭാഗം കഴിഞ്ഞു, ഇനി 2 ഭാഗം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധാലുവായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. തൗബ ഭാഷയിൽ അതിന് മടക്കം എന്നാണ് അർത്ഥം. മടക്കം, തൗബ, താബ യതൂബു, തൗബ. എന്നാൽ ശറഇൽ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നുള്ളതാണ് ഇസ്ലാമികമായ സാങ്കേതികമായ അതിൻ്റെ അർത്ഥം. പ്രിയമുള്ള സഹോദരന്മാരെ, തെറ്റുകൾ ചെയ്യുന്ന രൂപത്തിലാണ്, ആ ഒരു പ്രകൃതത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ആരെങ്കിലും വെല്ലുവിളിച്ചു പറയുകയാണ്, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യൂല,
എന്നിൽ നിന്നൊരു തെറ്റും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം പാപ സുരക്ഷിതത്വം നൽകിയിട്ടുള്ളത് അമ്പിയാക്കൾക്ക് മാത്രമാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതാണ്. അതല്ലാതെ മനുഷ്യർ തെറ്റ് ചെയ്യുമെന്നാണ് അള്ളാഹുവാണ് പറഞ്ഞത്. കുല്ലു ഇബ്നി ആദം ഖത്താഊൻ, ആദം സന്തതികൾക്ക് തെറ്റ് സംഭവിക്കും. വഖൈറുൽ ഖത്താഈന തവാബീൻ, അതിലേറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ആ തെറ്റിൽ നിലയുറച്ച് നിൽക്കാതെ ആ തെറ്റിൽ നിന്നും മടങ്ങി പശ്ചാത്തപിക്കുന്നവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും, വീഴ്ചകൾ സംഭവിക്കും. നോക്കൂ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണെന്നും സുലൈഖ പറഞ്ഞതാണെന്നും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തഫ്സീറിലുള്ള ഒരു സംഭവമുണ്ട്. അതായത് രാജാവ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത കാലഘട്ടത്തിൽ നടന്ന സംഭവം നമുക്കറിയാം. രാജാവ് തോഴിമാരോട് കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിക്കുന്നു. ഈ വിവരം ദൂതന്മാർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതായിട്ട് പണ്ഡിതന്മാർ പറയുന്നു, വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് യൂസുഫ് നബിയാണെന്നും മറുവിഭാഗം സുലേഖയാണ് പറഞ്ഞതെന്നും പറയുന്നു. എന്താ പറയുന്നത്? വമാ ഉബർരിഉ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. ഞാൻ ക്ലിയറാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് കുറ്റം ചെയ്യില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ മനസ്സിനെ ഞാൻ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും മനുഷ്യൻ മനസ്സ് ദുഷ്പ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാകുന്നു. മനുഷ്യൻ്റെ മനസ്സ് തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ കരുണ ലഭിച്ച മനസ്സൊഴികെ. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇപ്പം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പല രൂപത്തിൽ പിശാചിൻ്റെ ദുഷ്പ്രേരണയ്ക്ക് വശംവദനായിക്കൊണ്ടോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ തെറ്റ് ചെയ്യും. ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതെ ആ തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുമാറി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതുണ്ട്. അത് ഈ മാസത്തിൽ നമ്മൾ പരിശീലിക്കണം. അധികം ആളുകളും വിചാരിച്ചു വച്ചിരിക്കുന്നത് തൗബയും ഇസ്തിഗ്ഫാറും ഒന്നാണ് എന്നുള്ളതാണ്. അല്ല, തൗബയും ഇസ്തിഗ്ഫാറും രണ്ടും രണ്ടാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. രണ്ടായത്തുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഉണർത്തുകയാണ്. ഒന്ന്, വിശുദ്ധ ഖുർആൻ 11-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനം, വനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും എന്നിട്ട് അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുകയും ചെയ്യുക. അവിടെ ഇസ്തിഗ്ഫാർ എന്നും തൗബയെന്നും ഉപയോഗിച്ചു. അപ്പോൾ അത് രണ്ടും രണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. മറ്റൊരായത്തിൽ കാണാം, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം, ആകയാൽ അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നില്ലേ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. അപ്പം ഈ രണ്ടായത്തിലും തൗബയും ഇസ്തിഗ്ഫാറിനെയും വേർതിരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചന അർത്ഥന നടത്തുകയാണ്. പാപം പുറത്തു കിട്ടാൻ വേണ്ടിയുള്ളൊരു അർത്ഥന നടത്തുകയാണ്, ഒരു തേട്ടമാണ് ഇസ്തിഗ്ഫാർ. അത് അധികരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് പറയും. അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ തൗബ വേറെയാണ്. തൗബ എന്ന് പറഞ്ഞാൽ അടിമ തൻ്റെ തെറ്റിനെക്കുറിച്ച് ഓർത്ത് ഖേദമതിലുണ്ടായി ചില നിബന്ധനകളോടെ അള്ളാഹുവിലേക്ക് മടങ്ങലാണ് തൗബ എന്ന് പറഞ്ഞാൽ. തൗബ എന്ന് പറഞ്ഞാൽ ചില തെറ്റ് അടിമയ്ക്ക് ബോധ്യം വരികയും ആ തെറ്റ് റബ്ബിൻ്റെ മുമ്പിൽ എടുത്തു പറയുകയും
ഇനി അതിലേക്കൊരു മടക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാപം ചെയ്തതിലൂടെ തൻ്റെ രക്ഷിതാവിൽ നിന്ന് അകന്നു പോയ അടിമ ആ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നതാണ് തൗബ. ആ തൗബ അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് ഈ ഒരു മാസം. അതുകൊണ്ട് നിരന്തരമായി തൗബ നിലനിർത്തുന്നവരായി നമ്മൾ മാറണം. പിന്നേക്കും മാറ്റിവെക്കാൻ കഴിയില്ല. അടുത്ത റമദാനിലാകട്ടെ, അടുത്ത വെള്ളിയാഴ്ച ആകട്ടെ എന്ന് പിന്നേക്ക് നീട്ടിവെക്കാൻ കഴിയില്ല. ഏത് സെക്കൻഡിലാണ് നമ്മൾ മരണപ്പെടുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഏത് സമയത്തും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു വെച്ച് അജലെത്തുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ലോക ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. പിന്നെ നമുക്ക് എന്ത് ധൈര്യത്തിലാണ് പിന്നേക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് തൗബ എന്നത്, തൗബയുടെ മനസ്സ് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതാണ്. എല്ലാ ദിവസവും നമ്മൾ തൗബ ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്ന ശരിയായ തൗബ എന്താണെന്നും അള്ളാഹു തട്ടിക്കളയുന്ന തൗബ ഏതാണെന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ആമുഖമായി ഓതി വെച്ച 2 ആയത്തുകൾ സൂറത്ത് സൂറത്ത് നിസായിലെ 4-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ വചനവും 18-ാമത്തെ വചനവുമാണ്. 17-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന, അള്ളാഹുവിൻ്റെ മേൽ സ്വീകരിക്കാൻ ബാധ്യതയായ തൗബ ഏതാണെന്നാണ് ആ ആയത്തിൽ പറയുന്നത്. ആയത്തിൽ പ്രകാരമാണ്: ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ. നിശ്ചയമായും അള്ളാഹുവിൻ്റെ മേൽ പശ്ചാത്താപം സ്വീകരിക്കൽ ബാധ്യതയുള്ളത് അജ്ഞത നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും സുമ്മ യതൂബൂന മിൻ ഖരീബിൻ, പിന്നീട് ഒട്ടും താമസിക്കാതെ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളുടെ തൗബയാണ് അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയുള്ള തൗബ, സ്വീകരിക്കാൻ ബാധ്യതയുള്ള തൗബ. തെറ്റ് ചെയ്യും ആ മനുഷ്യൻ. എങ്ങനെയാ തെറ്റ് ചെയ്യുന്നത്? ജഹാലത്ത് മൂലമാണ്, അജ്ഞത മൂലമാണ് അയാൾ തെറ്റ് ചെയ്യുന്നത്. ആ അജ്ഞത മൂലം തെറ്റ് ചെയ്യുകയും അവിടെ അറിവ് വരികയും ബോധം വരികയും ചെയ്യുമ്പോൾ പിന്നെ ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്നും മാറി ഉടൻ തന്നെ സുമ്മ യതൂബൂന മിൻ ഖരീബ്, വളരെ അടുത്ത് തന്നെയായിട്ട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ഉലൈക യതൂബുല്ലാഹു അലൈഹിം, അക്കൂട്ടരുടെ പശ്ചാത്താപമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. വകാന അല്ലാഹു അലീമൻ ഹക്കീമാ, അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. അപ്പം അള്ളാഹു സ്വീകരിക്കുന്ന തൗബ എന്താ? ജീവിതത്തിൽ തെറ്റ് സംഭവിക്കും, അജ്ഞത മൂലമാണ് ആ തെറ്റ് സംഭവിക്കുന്നത്. പക്ഷെ ബോധ്യം വരുമ്പോൾ ഉടൻ പശ്ചാത്തപിച്ചു മടങ്ങും. അപ്പോൾ അറിവില്ലായ്മ മൂലം ചെയ്യുന്ന തെറ്റിൽ നിന്നും മടങ്ങി പശ്ചാത്തപിക്കുമ്പോഴാണ് അള്ളാഹു ആ തൗബ സ്വീകരിക്കുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ? ചില ആളുകൾക്ക് സംശയം തോന്നും. കാരണം ഈ ആയത്തിൽ പറഞ്ഞത് അറിവില്ലായ്മ മൂലം ചെയ്തിട്ട് പിന്നീട് പശ്ചാത്തപിക്കുമ്പോഴാണ് അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചില ആളുകൾ തെറ്റ് ചെയ്യാറുണ്ട്. അറിഞ്ഞുകൊണ്ട് വ്യഭിചാരം തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും വ്യഭിചരിക്കുന്നവരുണ്ട്. കള്ള് കുടിക്കുന്നത് ഹറാമാണ്, അത് അള്ളാഹു വിലക്കിയിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും കള്ള് കുടിക്കുന്നവരുണ്ട്. പലിശ പാടില്ല എന്നും അത് വലിയ തെറ്റാണ് എന്നും അറിഞ്ഞിട്ടും പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് തൗബ ചെയ്യാൻ കഴിയില്ലേ? അവർക്കും തൗബ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം എന്താ? മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു: കുല്ലു മൻ അസാ റബ്ബഹു ഫഹുവ ജാഹിലുൻ ഹത്താ യൻസിഅ അൻ മഅസിയതിഹി. അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവൻ അറിവില്ലാത്തവനാണ്. അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവൻ ജഹാലത്തിലുള്ളവനാണ്. അവന് ശരിയായ അറിവുള്ളപ്പോൾ ഒരിക്കലും അവൻ തെറ്റ് ചെയ്യില്ല. ഒരു മനുഷ്യൻ, ഒരു അടിമ തെറ്റ് ചെയ്യുമ്പോൾ അവൻ അജ്ഞതയിൽ തന്നെയാണ്. അവൻ്റെ അറിവ് നഷ്ടപ്പെട്ടു പോയി. അവൻ അതിനെക്കുറിച്ച് അറിയാമെങ്കിലും ആ സമയത്ത് ഇതൊരു വലിയ തെറ്റാണെന്നും ഈ തെറ്റിന് അള്ളാഹു ശിക്ഷിക്കുമെന്നും അവൻ അറിവില്ലാത്തത് കൊണ്ടാണ് ആ തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അറിഞ്ഞും അറിയാതെയും ഒക്കെ തെറ്റ് ചെയ്ത ആളുകൾ ആത്മാർത്ഥമായി ആ തെറ്റിൽ നിന്ന് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതുണ്ട്. 18-ാമത്തെ ആയത്തിൽ പറയുന്നു: വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആത്ത് ഹത്താ ഇദാ ഹദറ അഹദുഹുമുൽ മൗത്ത്.
ഇനി അള്ളാഹു സ്വീകരിക്കാത്ത ചില തൗബകളുണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? അവർ തെറ്റ് ചെയ്യും, എന്നിട്ട് അവരുടെ അടുക്കൽ മരണം വരുമ്പോൾ എന്ത് ചെയ്യും? തൗബ ചെയ്യും. ആ തൗബ അള്ളാഹു എന്ത് ചെയ്യില്ല? സ്വീകരിക്കുകയില്ല. മരണം സംഭവിക്കാൻ പോകുന്നറിയുമ്പോൾ, കാര്യം ബോധ്യപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങും. ആ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവൻ പറയാം, മനുഷ്യൻ പറയും, ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാൻ തീർച്ചയായും ഇതാ പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു എന്നവൻ പറയും. പക്ഷെ അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. വലല്ലദീന യമൂതൂന വഹും കുഫാർ, കാഫിറായി അവിശ്വാസിയായി കൊണ്ട് മരണപ്പെടുന്നവൻ, അവൻ ചെയ്യുന്ന തൗബയും അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ മരണസമയത്തുള്ള തൗബ അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് പിന്നേക്ക് മാറ്റി വയ്ക്കാൻ കഴിയില്ല. എപ്പോഴാണോ തെറ്റ് വീഴ്ച എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്, ആ സമയത്ത് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ വിശ്വാസിയായിരിക്കുകയില്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മുഅ്മിൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? പാപം ചെയ്യാൻ കഴിയില്ല. കാരണം ഈമാനിൻ്റെ പ്രകാശം അവനിൽ നിറഞ്ഞു നിൽക്കും. അവന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവൻ തെറ്റിൽ നിന്നും മാറും. ആര് ഏത് സന്ദർഭവും ഏത് സാഹചര്യവും ഏത് പ്രലോഭനമുണ്ടായാലും ഈമാൻ ഏറ്റവും നല്ല രൂപത്തിലാവുന്ന സമയത്ത് അവന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവനൊരിക്കലും തെറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, ലാ യസ്നി യസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഒരു വ്യഭിചാരകനും വ്യഭിചരിക്കുകയില്ല അവൻ മുഅ്മിനായിരിക്കുന്ന സമയത്ത്. ഒരാൾ വ്യഭിചരിക്കുമ്പോൾ, ഒരു വ്യക്തി വ്യഭിചരിക്കുമ്പോൾ ഒരിക്കലും അവൻ്റെ ഈമാനുള്ള സമയത്ത് ഒരു മുഅ്മിൻ ഒരിക്കലും വ്യഭിചരിക്കുകയില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഒരു മോഷ്ടാവും അവൻ മുഅ്മിനായിരിക്കെ മോഷ്ടിക്കുകയില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അപഹരിച്ചെടുക്കുന്നുവെങ്കിൽ, മോഷ്ടിച്ചെടുക്കുന്നുവെങ്കിൽ ഈമാനിൻ്റെ ഒരു കണിക പോലും അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. ഈമാൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അത് ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? തെറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് സമയത്തും പ്രിയമുള്ള സഹോദരന്മാരെ, ഈമാൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയണം. ഈമാൻ ഏറ്റവും ശക്തമാകണമെങ്കിൽ ഉറച്ച ഇൽമ് നമുക്കുണ്ടാകണം. ഇസ്ലാമിക സദസ്സിൽ വന്നിരുന്നു ദീന് കേട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈമാൻ കൂടുകയില്ല. ദീനിൻ്റെ കാര്യങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈമാൻ കൂടുകയില്ല. അത് ഹൃദയത്തിൽ ഇറങ്ങണം. ഉറച്ച അറിവ് വേണം. ഇൽമായിട്ടൊന്ന് പഠിച്ചാലോ അത് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക, ഞാനത് മറ്റുള്ളവരോട് പറയും. ഒരിക്കലും അത് പാടില്ല. യഥാർത്ഥ അറിവുണ്ടെങ്കിൽ ഈമാൻ പ്രക്ഷോഭിതമാവുകയും തെറ്റിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ശരിയായ അറിവുള്ളവരാണ്. നോക്കൂ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഏറ്റവും കൂടുതൽ ഭൂമിക്ക് താഴെ ഏറ്റവും കൂടുതൽ പടച്ചറബിനെ ഭയക്കുന്നത് അറിവുള്ളവരാണ്, ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ ഭയക്കുന്നത്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിന് ചുവട്ടിലെ നികൃഷ്ടമായ ജീവികളും പണ്ഡിതന്മാരാണ്. അപ്പം ഇൽമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള ഇൽമ് നാഫിയാണ്, അത് പ്രയോജനപ്രദമായ ഇൽമാകണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഏത് സമയത്തും അറിവ് പഠിച്ചുകൊണ്ട് ഇൽമ് നേടിക്കൊണ്ട് ഈമാൻ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുകയില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാലോ അത് ബോധ്യപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ അസീസുൽ ജബ്ബാർ വൽ മുഹൈമിനുൽ ഗഫാർ വഗാഫിറുദ് ദംബി വഖാബിലു തൗബി ശദീദുൽ ഇഖാബ്. ഉസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തെറ്റുകൾ
തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് രാവിലും പകലിലുമായി ധാരാളം തൗബ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാപമുള്ള കുറ്റമുള്ള ഹൃദയവുമായി അള്ളാഹുവിനെ ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടരുത്. കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയണം. അതിന് ഈ ലോകത്ത് വെച്ച് തന്നെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി നമുക്ക് വിട പറയാൻ കഴിയണം. പിന്നേക്ക് മാറ്റിവെക്കാതെ തന്നെ എല്ലാ സമയത്തും തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല തൗബ എന്താണ് എന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈകൊണ്ട് മടങ്ങുക. തൗബതൻ നസൂഹ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയെങ്കിലും തൗബ ചെയ്യുകയല്ല, മറിച്ച് തൗബതൻ നസൂഹ. അങ്ങനെ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങിയാലോ, അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും വയുദ്ഖിലകും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. 66-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വചനമാണ്. അപ്പം അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണമെങ്കിൽ തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ പശ്ചാത്താപമാണ്. തെറ്റിൽ നിന്നു മാറി നിന്നുകൊണ്ട് അതിനേക്ക് ഇനി ഞാൻ ഒരിക്കലും മടങ്ങില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക എന്നതാണ് തൗബതൻ നസൂഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറ്റിലേക്ക് മടങ്ങൂല, തെറ്റ് ചെയ്തുകൊണ്ട് തൗബ ചെയ്യരുത്. അങ്ങനെ ചില ആളുകളുണ്ട്, ഒരു പാപത്തിൽ ഒരു തെറ്റിൽ തൗബ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ അപ്പോഴും ആ തൗബ കഴിഞ്ഞിട്ടും അതേ തെറ്റാണ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു തൗബ ഇസ്ലാമിലില്ല. മറിച്ച് അതിലേക്ക് മടങ്ങാൻ പാടില്ല. തൗബയുടെ ഷർത്തുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ നമുക്ക് കഴിയണം. 3 ഷർത്തുകളാണ് തൗബയ്ക്ക് ഉള്ളത്. അതിലൊന്ന് അൽ ഇഖ്ലാഉ അനിദ്ദംബ്. തൗബ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഷർത്തുകൾ പാലിക്കണം. പ്രധാനമായും 3 ഷർത്തുകൾ. പിന്നീട് 4-മതായി ഒന്നുകൂടിയുണ്ട്. ഒന്നാമത്തത് അൽ ഇഖ്ലാഉ അനിദ്ദംബ്, ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും മുക്തനാകണം. നിങ്ങളുടെ തൗബ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ഏതൊരു തെറ്റിലാണോ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നത്, ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തനാകണം. തെറ്റ് ചെയ്തുകൊണ്ടുള്ള തൗബ പാടില്ല. 2 അന്നദ്മു അലാ മാ ഫാത, ചെയ്ത തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായി ഖേദിക്കണം. ചെയ്ത തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായ ഖേദമുണ്ടാകണം. അല്ലാതെ കുടുങ്ങിയിട്ട് തൗബ ചെയ്യുന്നതാവരുത്. മനുഷ്യരെ കാണിക്കാൻ, മറ്റുള്ളവരെ കാണിക്കാൻ, തെറ്റിൽ നിന്ന് മാറി നല്ലവനാണെന്ന് നാം വിചാരിച്ച് ഇനി നല്ല സഹകരണം ഉണ്ടാകും, അങ്ങനെ ഭൗതികമായ ഉദ്ദേശത്തിലാകരുത്. മറിച്ച് ആ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഖേദമുണ്ടാകണം. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ നദുമാണ്, ഖേദമാണ്. ആ ഖേദമുണ്ടാകണം. അങ്ങനെ തൗബ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഓരോ തെറ്റും എടുത്തു പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരഞ്ഞ കണ്ണുകളുമായി വളരെ മോശത്തരമാണ് ഞാൻ ആ ചെയ്തത്, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, മദ്രസയിൽ നിന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ആ അറിവ് ഞാൻ പഠിച്ചതാണ്, ഇസ്ലാമിക സദസ്സുകളിൽ നിന്ന് ഞാനത് മനസ്സിലാക്കിയതാണ്, എന്നിട്ടും റബ്ബേ ഞാനത് ചെയ്തു പോയി, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവും എൻ്റെ മുഖ്യ ശത്രുവായ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയണമെന്ന പ്രതിജ്ഞയെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പിശാചിൻ്റെ ദുഷ്പ്രേരണയ്ക്ക് വശംവദനായിക്കൊണ്ട് അവൻ നഫ്സ്, എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ദേഹേച്ഛ കാരണത്താൽ ഞാൻ ചെയ്തു പോയതാണ് റബ്ബേ, ഇല്ല ആ തെറ്റിലേക്ക് എനിക്ക് ഇനി ഒരു മടക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ സാധിക്കണം. 3-മത്തത് അലാസുമു അലാ അദമിൽ ഔദതി ഇലൈഹി, ആ തെറ്റുകളിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഉറച്ചു തീരുമാനമെടുക്കണം. ഇനി അതിലേക്കൊരു മടക്കമില്ല.
ഞാൻ റിട്ടേൺ അടിച്ചതാണ്, ഇനി അതിലേക്ക് എനിക്കൊരു മടക്കമില്ല എന്ന് പറയാൻ കഴിയണം. ആ രൂപത്തിലുള്ള തൗബ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇനി നാലാമതൊരു ഷർത്തുണ്ട്. അതെന്താ? ഇത് ഈ മൂന്നും രക്ഷിതാവുമായിട്ടുള്ളതാണ്, റബ്ബുമായിട്ടുള്ളതാണ്. റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചതാണ്. റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങളെ പ്രവർത്തിച്ചു, റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചു, ഇബാദത്തിന് വീഴ്ച വരുത്തി, ഇടപാടുകളിൽ ഹറാമ് കൊണ്ടുവന്നു, പലിശയുമായി ബന്ധപ്പെട്ടു, ലഹരികൾ ഉപയോഗിച്ചു, വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, കണ്ണുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട് വ്യഭിചരിച്ചു, നോട്ടം കൊണ്ട് വ്യഭിചരിച്ചു. അങ്ങനെ റബ്ബിൽ നിന്ന് അകന്നുപോയി. പിന്നീട് ഒരു അടുപ്പം ഉണ്ടാവാൻ വേണ്ടി ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നു. അതിന് ഈ മൂന്ന് കാര്യങ്ങൾ വേണം. എന്നാൽ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലോ, എന്നോടൊപ്പം കൂട്ടു ബിസിനസ് നടത്തിയ വ്യക്തിയിൽ നിന്ന് ഞാൻ സമ്പത്ത് അപഹരിച്ചെടുത്തു, നാളെ തരാം, മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ട് കടം വാങ്ങി പണം തിരിച്ച് എന്നിലേക്ക് വന്നിട്ടും തിരിച്ചു കൊടുത്തില്ല, പറ്റിച്ചു. എൻ്റെ കീഴിൽ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരുടെ ശമ്പളത്തിൻ്റെ പൈസ പിന്നീട് തരാമെന്ന് പറഞ്ഞ് കൊടുക്കാതെ വരികയും അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. ആ ഹക്കു വേറെ. കൃത്രിമം കാണിച്ച് വെട്ടിപ്പിടിച്ചതും അതിനു മാറ്റി കെട്ടിയതും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതുണ്ട്. നാവുകൊണ്ട് വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയത്, ചീത്ത വിളിച്ചത്, പഴി പറഞ്ഞത്, ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനപ്പെടുത്തിയത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഏതെങ്കിലും റമദാൻ മാസത്തിൽ പള്ളിയുടെ ഒരു മൂലയിൽ വന്നിരുന്ന് താടി രോമങ്ങൾ നനയോളം കരഞ്ഞ് യാ റബ്ബി യാ റബ്ബി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈക് എന്ന് പ്രാർത്ഥിച്ചിട്ട് തൗബ ചെയ്തിട്ടും ഇസ്തിഗ്ഫാർ ചെയ്തിട്ടും കാര്യമില്ല. അവൻ്റെ തൗബ സ്വീകരിക്കൂല. അതാണ് നാലാമത്തത്. അത്തഹല്ലുലു മിൻ സാഹിബിൽ ഹഖ് ഔ യഅതാഉഹു ഹഖഹു. തെറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ ഹക്കിന് തിരിച്ചു കൊടുക്കണം. സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. വസ്തു വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. നാവ് കൊണ്ട് അപമാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വന്ന് ക്ഷമ പറഞ്ഞ് പൊരുത്തം വാങ്ങണം, ക്ഷമിക്കണമെന്ന് പറയണം. തിരിച്ചു കൊടുക്കാനില്ലെങ്കിലും വന്ന് കണ്ട് എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല, ഉള്ളപ്പോൾ തരാമെന്ന് മാത്രമേ ഇപ്പോൾ തീരുമാനിക്കാൻ കഴിയൂ. പക്ഷേ സഹോദര, നീയുമായി ബന്ധപ്പെട്ട ഈ വിഷയം നാളെ പരലോകത്തേക്ക് മാറ്റിവെച്ചാൽ ഞാൻ നഷ്ടക്കാരനായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച് പൊരുത്തം വാങ്ങണം. എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അങ്ങനെയുള്ള തൗബയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാവുമായിട്ടുള്ള തെറ്റുകൾ ഏറ്റുപറയുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും വ്യക്തികളോട് തെറ്റ് ചെയ്താൽ, അവരുടെ ഹക്കിനെ, അവരുടെ അവകാശത്തെ അപഹരിച്ചെടുത്താൽ ഒരു വേള ചിലപ്പോൾ അവരെ കണ്ടെത്താൻ പോലും കഴിയില്ല. അതുകൊണ്ട് അത് ഗൗരവപ്പെട്ട കാര്യമാണ്, സൂക്ഷിക്കണം. ജീവിതാവശ്യത്തിന് വേണ്ടിയുള്ള സമ്പത്ത് കിട്ടണം എന്നത് മാത്രമാകരുത് ലക്ഷ്യം. അത് അല്ലാഹ് തൃപ്തിപ്പെട്ട രൂപത്തിൽ, ഹലാലായ രൂപത്തിലാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെയും ഒരു ചെറിയ ഹക്ക് പോലും നമ്മുടെ കൈകളിലേക്ക് വരാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. നമ്മൾ ഈ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ മുഴുവനും വെറുതെ ആവും. ശക്തമായ ചൂടിൽ ദാഹവും വിശപ്പും സഹിച്ചു പിടിക്കുന്ന നോമ്പ്, രാത്രി കാലിൽ നീര് കെട്ടുവോളം പ്രയാസങ്ങൾ സഹിച്ച് നമസ്കരിക്കുന്ന നമസ്കാരം, വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ, ദാനധർമ്മങ്ങൾ, ഇതെല്ലാം വെറുതെ പാഴായി പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ദീന് ഗൗരവമുള്ളതാണ്, മതം ഗൗരവമുള്ളതാണ്, തമാശ കളിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ബാധ്യതകൾ, ഹക്കുകൾ അതെല്ലാം തിരിച്ചു കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെല്ലാം തിരിച്ചു കൊടുത്ത് ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് ഈ പറയപ്പെട്ട 4 ഷർത്തുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങിയാൽ, പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായി റമദാൻ മാസം സാർത്ഥകമായി തീരും. ഒരനുകൂലമായ റമദാനാക്കി ഇതിനെ നമുക്ക് മാറ്റാൻ കഴിയും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അള്ളാഹുവേ, തെറ്റിൽ നിന്ന് മുക്തമായി ജീവിക്കാനും തെറ്റ് ബോധ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ ആത്മാർത്ഥമായി നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ റബ്ബേ, വ്യക്തികളോട് ചെയ്തു പോയ റബ്ബേ, ഇൻഷാ അല്ലാഹ് അതെല്ലാം ഓർത്തെടുത്ത് അവരോട് പോയി സംസാരിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാം ക്ലിയറാക്കും. അള്ളാഹുവേ, നിന്നോട് ചെയ്ത തെറ്റുകൾ, നിന്നോട് കാണിച്ച അനുസരണക്കേടുകൾ,
നിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണമേ അല്ലാഹുവേ. ശിഷ്ടകാലം പാപമുക്തമായ ജീവിതം നയിച്ച് നല്ലവരായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ. പരിശുദ്ധമായ റമദാൻ മാസത്തിലും അല്ലാതെയുമായി നമ്മളിന്ന് വിട പറഞ്ഞു പോയ ഉറ്റവരുടയവരുണ്ട് അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ അല്ലാഹുവേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹുവേ നീ ശിഫ നൽകണമേ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിന്നെ വഴിപ്പെട്ടുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിന്നോട് അടുക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അതിൻ്റെ രാത്രിയിൽ ധാരാളം പേർക്ക്, നിൻ്റെ ലിസ്റ്റിലുള്ള ധാരാളം പേർക്ക് നരകമോചനം നൽകുമ്പോൾ അല്ലാഹുവേ ഞങ്ങളുടെ പേര് കൂടി ആ ലിസ്റ്റിൽ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനായ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൻ ഖരീബുൻ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد.